അച്ഛന്റെ കൈയും പിടിച്ച് ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി ആദ്യമായി ഒരു സിനിമാ സെറ്റിൽ എത്തുകയാണ്. ആ സിനിമാ സെറ്റിലെ തിരക്കും ബഹളവും എല്ലാം കണ്ട് ആ പെൺകുട്ടി അമ്പരം നിന്നുപോയി. പെട്ടെന്നാണ് ഡയറക്ടർ ലൈറ്റ്സ് ഓൺ എന്ന് ഉറക്കെ പറഞ്ഞത്. അത് കേട്ടയുടനെ ആ പെൺകുട്ടി ബോധം കെട്ടു വീണു. സിനിമാ സെറ്റിലെ ബഹളവും തിരക്കും ഒന്നും ഇഷ്ടമല്ലാതിരുന്ന കവിതാ രഞ്ജിനി എന്ന ഉർവശിയായിരുന്നു ആ പെൺകുട്ടി. നായികയായ ആ ആദ്യ ചിത്രം തന്നെ ഉർവശിയുടെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായിരുന്നു. അക്കാലത്തിറങ്ങിയ ഒരു മാസികയിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ഉർവശി വരുന്നു, മറ്റു നടിമാർ മാറുക, ജാഗ്രത. ഇതിലും കൂടുതൽ എന്താണ് ഒരു നടിക്ക് നേടാനുള്ളത്? ഉർവശിയെ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. കടിഞ്ഞൂൽ കല്യാണം, സ്വാഗതം, പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട്, മഴവിൽ കാവടി, യോധ, കാക്കത്തൊള്ളായിരം, മുഖചിത്രം, ഉത്സവമേളം, മൈ ഡിയർ മുത്തച്ഛൻ, ലാൽ സലാം, ഭരതം, വെങ്കലം, കളിപ്പാട്ടം, കുടുംബവിശേഷം, മിഥുനം, സ്ഫടികം, അച്ചുവിന്റെ അമ്മ, മധുചന്ദ്രലേഖ, അരവിന്ദിന്റെ അതിഥികൾ, സുരേ പോട്രു, മുക്കുത്തി അമ്മൻ, അപ്പാത്തി, അങ്ങനെ നീളുന്നു. കമലഹാസന്റെ പ്രിയപ്പെട്ട നായിക ഉർവശിയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് അഭിനയം. ആക്ഷനും കട്ടിന്റും ഇടയ്ക്ക് മറ്റാരാലും പകരം വെക്കാനാകാത്ത കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുകയാണ് ഉർവശി. ഉള്ളൊഴുക്ക് സിനിമയിലെ ലീലാമ്മ എന്ന കഥാപാത്രത്തെ ഇന്ത്യയിൽ ഉർവശിക്കല്ലാണ്ട് മറ്റാർക്കും ചെയ്യാൻ കഴിയില്ല. സിനിമ കണ്ടിറങ്ങിയ ശേഷം ജഗദീഷ് ചേട്ടൻ പറഞ്ഞ വാക്കുകളാണ്. അഭിനയത്തിന്റെ വേറിട്ട മുഖങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന മലയാളത്തിന്റെ സ്വന്തം ഉർവശിക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ.